ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വിച്ച് മൊബിലിറ്റിയുടെ EiV12 എന്ന ബസ്സുമായിട്ടാണ്. ഇത് 39 സീറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന 100% ഇലക്ട്രിക് ലോ ഫ്ലോർ AC ബസ്സാണിത്. വരൂ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും വണ്ടി ഒരു അത്ഭുതമായി തോന്നിയത് ഈ ഒരു മുതൽ തന്നെയാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു അസൂയ ഉണ്ടാക്കുന്ന വിധം വലിയ വലിയ ഗ്ലാസ്സുകളും ഉള്ളിലിരുന്നാലോ നല്ല വിടർന്ന കാഴ്ചകളും. എന്തായാലും ഒരു മുതൽ തന്നെ. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ 39 സീറ്റും ഒരു ഡ്രൈവർ, ഒരു വീൽ ചെയർ, ഇതിരിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. വീൽ ചെയർ ഈസിയായി അകത്തേക്ക് കയറുവാൻ നല്ല മനോഹരമായ ഒരു ഫോൾഡബിൾ റാമ്പും ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ബസ്സിനകത്തേക്ക് വന്നാൽ നിൽക്കുന്ന പാസഞ്ചേഴ്സിനും നടക്കുവാനും നിൽക്കുവാനും നല്ല സ്പേസ് ഇതിൽ നൽകിയിരിക്കുന്നു. ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടി 2-way അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗും ഇതിൽ നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന 2 ബട്ടണും ഒരു ക്ലോസ് ചെയ്യുന്ന ബട്ടണും ഇതിൽ കാണാം. നമുക്കിനി വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓണാക്കുന്ന വിധം ഒന്ന് മനസ്സിലാക്കാം. സാധാരണ വണ്ടികളെ പോലെ തന്നെ താക്കോൽ ഫുൾ സെൽഫ് അടിക്കുന്ന പോലെ തിരിച്ച് പിടിക്കുക. ഒരു 4 സെക്കൻഡ് പിടിച്ചതിന് ശേഷം വിടുക. അതിനപ്പോൾ മീറ്ററിൽ ഒരു വെഹിക്കിൾ റെഡി എന്നൊരു ബട്ടൺ തെളിയും. അതിനുശേഷം ബ്രേക്ക് അമർത്തി ഡ്രൈവ് മോഡിലേക്ക് ഇട്ടാൽ നമുക്ക് വണ്ടി യാത്ര തുടരാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒരു 300 കിലോമീറ്റർ ഒറ്റ ചാർജിൽ വണ്ടി ഓടും. ഞങ്ങളൊരു 97% ബാറ്ററിയിൽ ഒരു 250-260 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കുത്തിയിടുമ്പോൾ ഒരു 36% ബാക്കിയുണ്ടാവും. ഒരു 300 കിലോമീറ്റർ 320 കിലോമീറ്റർ വണ്ടി എന്തായാലും ഓടുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബാക്കും എയർ സസ്പെൻഷനാണ്. അതിനാൽ നല്ല യാത്ര സുഖമാണ്. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതിനാൽ ഗിയർ ലിവർ ഇല്ല. അതിന് പകരം സ്വിച്ചുകളാണ് കാറിലേതുപോലെ. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്. മുകളിലേക്ക് വരികയാണെങ്കിൽ 2 ബട്ടൺ കാണാം. അതിൽ I അകത്തുള്ള കറണ്ട് കണക്ഷനും പുറത്തുള്ള കറണ്ട് കണക്ഷൻ ഓഫ് ഓൺ ബട്ടണും താഴെയുള്ളത് AC ഓൺ ഓഫ് ബട്ടണും കാണാം. വലത് സൈഡിൽ കാണുന്ന ഈ സ്വിച്ചാണ് നമ്മുടെ ഗ്ലാസും മഞ്ഞുകാലത്തൊക്കെ ഉണ്ടാകുന്ന ഫോഗില്ലേ അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ യാത്രകൾ തുടരട്ടെ. വീണ്ടും അടുത്ത വീഡിയോയ്ക്കായി ബൈ.